ഇറാൻ മാരക ശക്തിയായി മാറുകയാണ്. അവരെ പിടിച്ചുകെട്ടേണ്ടത് അനിവാര്യമാണ്. എന്നേക്കുമായി അത് പരിഹരിക്കും എന്നതാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓർക്കണം, എല്ലാ കാലവും അവിടെ ഖൊമേനിയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന ട്രംപ് ആകട്ടെ ഇപ്പോൾ അടിമുടി ഭയത്തിലാണ് എന്നതാണ് ഈ ഒരു പ്രസ്താവന സൂചിപ്പിക്കുന്നത്. കാരണം ഇറാന്റെ ആ ഒരു ശക്തി കണ്ട്, മാരക ശക്തി കണ്ട് ട്രംപ് വലിയ രീതിയിൽ ഭയപ്പാട് സൃഷ്ടിക്കുന്നതായി തന്നെ, അല്ലെങ്കിൽ വലിയ ആശങ്ക പങ്കുവെക്കുന്നതായിട്ടാണ് ഈ ഒരു വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇറാനുമായി ചർച്ചകൾ പാതി വഴിയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ട്രംപ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. 47 വർഷമായി ഇത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ ഒന്നും തന്നെ ഇതുവരെ അവിടെ പരിഹരിക്കാനോ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു രൂപത്തിലേക്ക് എത്താനോ കഴിഞ്ഞില്ല എന്നതാണ് ട്രംപ് പറയുന്നത്. ട്രംപ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് 47 വർഷമായി തന്നെ ഇവിടെ സംസാരിക്കുന്നു, ഇവരുമായി തന്നെ വലിയ രീതിയിലുള്ള സംസാരങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ നടക്കുന്നു. അതിനിടയിൽ അവർ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയും എന്നാൽ നിരവധി പേർക്ക് അവിടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള പ്രക്ഷോഭങ്ങൾ അലയടിക്കുകയുമാണ് ചെയ്തത്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. അതിനിടയിൽ അതിശക്തമായ ഒരു വലിയ രീതിയിലുള്ള സ്വാധീനം അല്ലെങ്കിൽ അതിശക്തമായ ഒരു ശക്തി അവരിലേക്ക് എത്തിച്ചേരുന്നു എന്നതാണ് നമുക്കിവിടെ കരുതാൻ സാധിക്കുന്നത്. ഈ ഒരു ശക്തിയെ അവിടെ ഇല്ലാതാക്കേണ്ടത് വലിയ രീതിയിലുള്ള അനിവാര്യമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അത് എന്നേക്കുമായി തന്നെ അവിടെ ഇല്ലാതാക്കും എന്നതാണ് അദ്ദേഹം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. വളരെ വലിയൊരു രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഈ ഒരു നീക്കത്തെ പരാമർശിച്ചുകൊണ്ട് അവിടെ ട്രംപ് ആകെ സൂചിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, വർദ്ധിച്ചു വരുന്ന ചില വിന്യാസങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടും അദ്ദേഹം ചില കാര്യങ്ങൾ എടുത്തു സൂചിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ ഒരു വലിയ വിമാന കമ്പനിയെ ഇറാനിലേക്ക് അയച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് അദ്ദേഹം അവിടേക്ക് അയച്ചിരിക്കുന്ന 2 യുദ്ധക്കപ്പലുകളെ കുറിച്ചാണ് പറയുന്നത്. നമുക്കൊരു കരാറിലെത്താൻ കഴിയുമോ എന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതായും അവരുമായി ഒരു കരാറിലെത്താൻ ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ തവണയും നമുക്കൊരു കരാറിൽ എത്താമെന്ന് അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ മുന്നോട്ട് വെച്ചു. എന്നാൽ അതിൽ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായി തന്നെ വലിയ രീതിയിൽ മിഡ് നൈറ്റ് ഹാമർ പ്രയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പിന്നീട് അത് എത്തി നിന്നതും. 10 മാസത്തിനുള്ളിൽ തന്നെ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതായി തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം വലിയ രീതിയിൽ, അതായത് ട്രംപ് ആകട്ടെ പല രാജ്യങ്ങളിലും സമാധാനം കൊണ്ടുവന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇറാനിൽ മാത്രം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ താൻ അതിനെ പരിഹരിക്കാൻ അല്ലെങ്കിൽ അത് ലഘൂകരിക്കാനാണ് ശ്രമം നടത്തുന്നതെന്നാണ് ട്രംപിന്റെ വാദം. അതായത് അദ്ദേഹം 10 മാസത്തിനുള്ളിൽ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതിൽ റഷ്യ യുക്രൈൻ സംഘർഷം ഏറ്റവും കഠിനമായി തന്നെ എടുത്തു പറയേണ്ടതാണ് എന്ന ആ ഒരു അവകാശവാദമാണ് ട്രംപ് ഉന്നയിച്ചിരിക്കുന്നത്. ലോകമെമ്പാടും സമാധാനം കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. വെറും 10 മാസത്തിനുള്ളിൽ ഞാൻ 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു. നമുക്ക് ഇനിയും 2 യുദ്ധങ്ങൾ കൂടി ചെയ്യാനുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഒന്ന് അതായത് റഷ്യ യുക്രൈൻ, അതൊരു വലിയ കഠിനമായ ഒരു യുദ്ധമായി തന്നെ കണക്കാക്കാൻ സാധിക്കുന്നു. ഒരു ഭയാനകമായ കാര്യമായി മാറുന്നു. നമ്മൾ അവിടെ എത്തുമെന്ന് ഞാൻ കരുതുന്നതായും അദ്ദേഹം, അതായത് ഈ ഒരു സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപിന് സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസമാണ് ട്രംപ് അവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഈ ഒരു ശക്തിയെ തകർക്കാൻ താൻ ഏത് അറ്റം വരെയും പോകുമെന്ന് ട്രംപ് ഒരു വലിയ രീതിയിലുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ വലിയ രീതിയിൽ ട്രംപ് ചില കാര്യങ്ങൾ എടുത്തു പറയുന്നതിലൂടെ തന്നെ ഖൊമേനി അടക്കം വലിയ രീതിയിലുള്ള ആണവ ചർച്ചകളിലേക്ക്, അതായത് 2ാം ഘട്ടത്തിലുള്ള ആണവ ചർച്ചകളിലേക്ക് എത്തുമോ എന്നതും വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം 37 വർഷത്തിനുള്ളിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ഒരു സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതിരുന്നത്. അപ്പൊ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ ഇനി വരുന്ന അടുത്ത 2ാം ഘട്ട ചർച്ചയിൽ ഖൊമേനി പങ്കെടുക്കുമോ, അല്ലെങ്കിൽ ട്രംപുമായി തന്നെ ഒത്തുചേർന്ന് പോകാൻ ഇവർക്ക് സാധിക്കുമോ എന്നതൊക്കെ തന്നെ ചോദ്യങ്ങളായി നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വീണ്ടും പ്രസ്താവന നടത്തി ട്രംപ് രംഗത്ത് വരുന്നത്. അതേസമയം ആണവ കരാറിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ ഇറാന് 1 മാസത്തെ സമയം നൽകും എന്നതായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞത്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ ഇറാൻ തീരുമാനമെടുത്തില്ല എങ്കിൽ ഇറാനെതിരെ നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു. ആണവ കരാറിനപ്പുറം തന്നെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിലും നിയന്ത്രണം വേണമെന്നതായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ വ്യക്തമാക്കിയത്. ഇസ്രായേലിന്റെ സുരക്ഷയെ മുൻനിർത്തി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും പ്രോക്സി ഭീകര സംഘടനകൾക്ക് ഇറാൻ നൽകി വരുന്ന പിന്തുണയും അവസാനിപ്പിക്കുവാനും ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടതായും നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഇപ്പോൾ ഇറാനെ ഇല്ലാതാക്കേണ്ടത് ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി, അതായത് ഇസ്രായേലിന്റെ കൂടെ ഒരു ആവശ്യമാണ് എന്നതാണ് ഉയർന്നു കേൾക്കുന്ന മറ്റൊരു ആക്ഷേപകരമായ കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.